അന്നത്തെ രാത്രി എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഒട്ടും തന്നെ ഉറങ്ങാൻ നന്ദന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവന്റെ മനസ്സിൽ മുഴുവൻ ആ മെയിലായിരുന്നു. ആരാണ് ആ പെൺകുട്ടി? ആ ചോദ്യം തന്നെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അവൻ വീണ്ടും ലാപ്ടോപ്പ് ഓണാക്കി ആ മെയിൽ ഒരു വട്ടം കൂടി വായിച്ചു നോക്കി. ഓരോ വട്ടം വായിക്കുമ്പോഴും പലതരത്തിലുള്ള അർത്ഥങ്ങൾ ആ മെയിലിന് വരുന്നത് പോലെ അവന് തോന്നിയിരുന്നു. അത്രയും കുട്ടികൾക്കിടയിൽ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ച ഒരു പെൺകുട്ടി ആരാണെന്ന ചിന്ത തന്നെയായിരുന്നു അവന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത്. ഇത്രയും ഓർമ്മിച്ചു വെക്കാനും മാത്രം താൻ എന്തെങ്കിലും പ്രത്യേകമായി പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് അവൻ സ്വയം ചോദിച്ചുകൊണ്ടേയിരുന്നു. ഇല്ല എന്ന് മാത്രമാണ് മറുപടി. അതിന് മാത്രം ഓർമ്മിച്ചു വെക്കാനുള്ള ഒന്നും തന്നെ താൻ പ്രത്യേകിച്ച് ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും അവൾ എന്തിനാണ് തന്നെ ഇങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നത് എന്നവൻ സ്വയം ചോദിച്ചു പോയിരുന്നു. ഒരു 15 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ പക്വതയില്ലാത്തൊരു തീരുമാനമായി മാത്രമാണ് അവൻ അവളുടെ ആ പ്രവൃത്തിയെ ആ നിമിഷം കണ്ടിരുന്നത്. എന്നാൽ അതിനുമപ്പുറം എന്തോ ഒന്ന് അവൾക്ക് തന്നോട് ഉണ്ടോ എന്ന ഉപബോധ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. ഇതൊരു തമാശയായി തള്ളിക്കളഞ്ഞാൽ പോരെ എന്ന് സ്വന്തം മനസാക്ഷി തന്നെ അവനോട് ചോദിക്കുന്നുണ്ട്. എങ്കിലും വെറും ഒരു തമാശയല്ല ഇതെന്ന് ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ അവന് തോന്നുന്നുണ്ട്. ഒരു 15 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ പക്വതയില്ലാത്തൊരു തീരുമാനമായി മാത്രമാണ് അവൻ അവളുടെ ആ പ്രവൃത്തിയെ ആ നിമിഷം കണ്ടിരുന്നത്. എന്നാൽ അതിനപ്പുറം എന്തോ ഒന്ന് അവൾക്ക് തന്നോടുണ്ടോ എന്ന് ഉപബോധ മനസ്സ് പറയുന്നു. ഇതൊരു തമാശയായി തള്ളിക്കളഞ്ഞാൽ പോരെയെന്ന മനസാക്ഷി പോലും ചോദിക്കുന്നു. പക്വതയില്ലാത്ത വെറുമൊരു കൗമാര ചാബല്യം അവൻ സ്വയം ആവർത്തിച്ചു. പക്ഷെ ആ വാക്കുകൾക്ക് അവന്റെ ഉള്ളിലെ അസ്വസ്ഥതയെ ശമിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഒരു 15-കാരിയുടെ കത്തിൽ ഇത്രമേൽ ആഴമുള്ള ഭാവങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അന്ന് ആദ്യമായി നന്ദന്റെ പതിവുകളെല്ലാം തെറ്റി. അവന്റെ മനസ്സിൽ ഒരു 15 വയസ്സുകാരി ഇടം നേടിയതുപോലെ തോന്നി. വെറുമൊരു ആരാധനയ്ക്കപ്പുറം ആത്മാവിൽ തൊടുന്ന എന്തോ ഒന്ന് ആ വരികളിൽ ഉണ്ടായിരുന്നു. അവൻ കണ്ണുകൾ അടച്ചു. താൻ നടത്തിയ പ്രസംഗത്തിലെ ഓരോ വാക്കുകളും അവൻ ഓർത്തെടുത്തു. നിരവധി ആളുകൾ കേട്ടുപോയ ആ വാക്കുകളെ അവൾ മാത്രം തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചത് എന്തുകൊണ്ടായിരിക്കും? ലോകം കാണാത്ത, താൻ പോലും തിരിച്ചറിയാത്ത നന്ദനിലെ ഏതംശത്തെയാണ് അവൾ പ്രണയിക്കുന്നത്? മനസാക്ഷി വീണ്ടും മന്ത്രിച്ചു. നന്ദൻ, നീ ഒരു മരീചികയെ പിന്തുടരുകയാണ്. ലക്ഷ്യങ്ങളില്ലാതെ, മുഖമില്ലാതെ ഒരു നിഴലിനെ നീ എന്തിനു ഭയക്കുന്നു? പക്ഷെ അവന്റെ ഉപബോധ മനസ്സിൽ മറ്റൊരു ചിത്രം തെളിയുകയായിരുന്നു. കടൽ തീരത്തെ മണലിൽ ആരും കാണാതെ കോറിയിട്ടൊരു പേര് പോലെ അവളുടെ മേൽ അവന്റെ ചിന്തകളിൽ മായാതെ കിടന്നു. അത് തള്ളിക്കളയാൻ ശ്രമിക്കും തോറും ഒരു കാന്തം പോലെ അവനെ അവിടേക്ക് തന്നെ വലിച്ചടിപ്പിച്ചു. പ്രായത്തിന്റെ അതിർവരമ്പുകളും യുക്തിയുടെ മതിലുകൾക്കും അപ്പുറം അപരിചിതമായ ഏതോ ഒരു ലോകത്തു നിന്നും അവൾ അവനെ വിളിക്കുന്നത് പോലെ അവന് തോന്നി. മനസ്സ് അസ്വസ്ഥമായതുകൊണ്ട് തന്നെ ഒരു സിനിമയൊക്കെ കണ്ടതിന് ശേഷമാണ് അവൻ കിടന്നത്. ഉറങ്ങാൻ സാധിക്കുന്നില്ലെന്ന് അവന് മനസ്സിലായിരുന്നു. കുറച്ചു സമയം അവൻ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ആ പെൺകുട്ടി അവന്റെ ജീവിതത്തിലേക്ക് എറിഞ്ഞത് വെറുമൊരു മെയിലായിരുന്നില്ല, മറിച്ച് അവന്റെ ഉറക്കം കെടുത്താൻ പോകുന്ന ഒരു നിഗൂഢ പ്രണയത്തിന്റെ വിത്തായിരുന്നുവെന്ന് അറിഞ്ഞില്ല അവൻ. ഈ സമയത്ത് മറ്റൊരിടത്ത് ഉറക്കം പോലും വെടിഞ്ഞ് പഠനത്തിന്റെ തിരക്കിലായിരുന്നു ദൃശ്യ. ലക്ഷ്യം ഒന്നു മാത്രം, എങ്ങനെയും നന്ദന്റെ അരികിലെത്തണം. അതിന് തന്റെ മുൻപിലുള്ള ഏക മാർഗം ഇത് മാത്രമാണ്. അവൻ പറഞ്ഞതുപോലെ ഒരു ജേർണലിസ്റ്റായി അവന്റെ മുൻപിൽ ചെന്ന് നിൽക്കണം. അത് വല്ലാത്തൊരു വാശിയായി അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. പിറ്റേന്ന് രാവിലെ ന്യൂസ് റീഡിങ്ങിനായിരുന്നു നന്ദന് ലൈവ് പോകേണ്ടത്. അതിനുവേണ്ടി അവൻ സ്റ്റുഡിയോയിലേക്ക് എത്തി. മേക്കപ്പ് ഇട്ടിരിക്കുമ്പോഴും മനസ്സിൽ ആ മെയിലിന്റെ ചിന്തകൾ തന്നെയായിരുന്നു. ഇത് മനസ്സിൽ നിന്നും പോവാത്തത് എന്താ? അവൻ സ്വയം ചോദിച്ചു. ഇത്രമാത്രം ഈ വിഷയത്തിൽ താൻ എന്തിനാണ് ചിന്തിക്കുന്നത്? ഏതോ ഒരു പെൺകുട്ടി ചെയ്തൊരു തമാശ, അങ്ങനെ ഇതിനെ കണ്ടാൽ പോരെ? അതിനും അപ്പുറം ഈ കാര്യത്തിന് കൂടുതൽ സീരിയസ്നെസ് കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് നന്ദൻ സ്വയം പറഞ്ഞു. പക്ഷെ അതൊക്കെ ഒരു സ്വയം ആശ്വസിപ്പിക്കലായിരുന്നുവെന്ന് അവന് തന്നെ അറിയാമായിരുന്നു. അന്ന് ലൈവിൽ കയറിയിട്ടും താൻ സ്ഥിരമായി ചെയ്യുന്നത് പോലെ നന്നായി വാർത്ത വായിക്കാൻ കഴിഞ്ഞില്ല എന്ന് നന്ദൻ ശ്രദ്ധിച്ചു. സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്ന പലരും അതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്തു. എന്തു പറ്റി നന്ദൻ സാറിന്? സുഖമില്ലേ? ആ പഴയ എനർജി അങ്ങോട്ട് വരുന്നില്ലല്ലോ. ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല, അതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ട്, അവൻ ചിരിയോടെ പറഞ്ഞു. ശേഷം ഒരു കോഫി കുടിക്കാനായി ക്യാൻറ്റീനിലേക്ക് നടന്നു. ഈ സമയം അവനാണ് രാവിലെ വാർത്ത വായിക്കുന്നതെന്ന് പതിവായി കാണുന്നത് കൊണ്ട് തന്നെ ദൃശ്യ ടിവിക്ക് മുൻപിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കായിരുന്നു. അവനെ കാണുമ്പോൾ തന്റെ ശരീരത്തിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ശ്വാസഗതികൾ പതിവിലും കൂടുതൽ ഉയർന്നതാകുന്നു. അതേപോലെ കൈകാലുകളിൽ ഒരു വല്ലാത്ത വിറയൽ. ടിവിയിൽ കാണുമ്പോൾ പോലും ഇങ്ങനെയാണെങ്കിൽ താൻ നേരിട്ട് അവനെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന ചിന്തയായിരുന്നു ആ നിമിഷം അവളിൽ നിറഞ്ഞു നിന്നിരുന്നത്. ഹലോ നന്ദൻ. വെറുതെ ഫോണിൽ നോക്കി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വിഷ് കേട്ടത്.
ഇവൻ പെട്ടെന്ന് തല ഉയർത്തി നോക്കി. കുറച്ചു നാളുകളായി കൂടെ ജോലി ചെയ്യുന്ന അലീനയായിരുന്നു അത്. അടുത്ത സുഹൃത്താണ് അലീന. ഇവിടെ ജോലി ചെയ്യാൻ വന്ന സമയം മുതൽ അലീനയെ അറിയാം. വീട്ടിൽ കുറച്ചധികം പ്രശ്നങ്ങളൊക്കെയുള്ള കുട്ടിയാണ്. ഒരുപാട് സാഹചര്യങ്ങളിലൂടെയാണ് ഈ ജോലിക്ക് വരുന്നത്. അവളുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ അവൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ നന്നായി അറിയാം. തങ്ങൾക്കിടയിൽ നല്ലൊരു സൗഹൃദമുണ്ട്. അലീന ഇരിക്കെ ഒരു കോഫി പറയട്ടെ? വേണ്ട നന്ദൻ, ഞാൻ രാവിലെ ഒരു കോഫി കുടിച്ചതേ ഉള്ളൂ. അമ്മയും അച്ഛനും എന്ത് പറയുന്നു? സുഖമായിരിക്കുന്നു? ഒരു അന്വേഷണം പോലെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നന്ദൻ ചോദിക്കുന്നു. സുഖമായിരിക്കുന്നു. അവര് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ തന്നെ ഒന്ന് കാണാമെന്ന് കരുതിയത്. എന്താണോ? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. അത് എനിക്ക് നന്ദനോട് ഒരു കാര്യം പറയാനുണ്ട്. കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ എങ്ങനെയാ തുടങ്ങുന്നതെന്ന് അറിയില്ല. ശരിക്കും നന്ദനെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഈ കാര്യം പറയാൻ നമ്മൾ തമ്മിൽ എന്തിനാ ഇങ്ങനെ ഒരു ഫോർമാലിറ്റി? നീ കാര്യം പറ. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നന്ദൻ പറഞ്ഞു. അത് പിന്നെ എന്റെ വീട്ടിലിപ്പോൾ ഞാൻ സെറ്റിൽ ആവണമെന്ന് പറഞ്ഞ് പപ്പയും മമ്മിയും ഒരേ വാശിയില്ല. വളരെ കറക്റ്റായ കാര്യമാണ്. ഇപ്പൊ നിനക്ക് 10-27 വയസ്സായി. ശരിക്കും സെറ്റിൽ ആവേണ്ട ഒരു ടൈം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തൊട്ട് അന്വേഷിച്ച് നോക്കുന്നതാണ് നല്ലത്. അവൻ പറഞ്ഞപ്പോൾ അവളൊന്ന് ചിരിച്ചു. ഇത് തന്നെയാണ് അവരും പറയുന്നത്. ഇപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞു വെച്ചാൽ കുറച്ചുനാൾ കൂടി കഴിയുമ്പോൾ നല്ലൊരാളെ കിട്ടുമെന്ന്. അത് കറക്റ്റ് അല്ലേ? അപ്പോൾ പപ്പ പറഞ്ഞു എനിക്കിഷ്ടമുള്ള ആളെ ചൂസ് ചെയ്യാമെന്ന്. നന്നായി അറിയാവുന്ന ആരെയെങ്കിലും ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണെന്ന് ഞാൻ ആലോചിച്ചു. ശരിയാണ്, എന്റെ പ്രശ്നങ്ങളൊക്കെ അറിയുന്ന, എന്നെ നന്നായി മനസ്സിലാക്കുന്ന ഒരാൾ തന്നെയാണ് എന്റെ ലൈഫിലേക്ക് വരേണ്ടത്. എനിക്ക് വേണ്ടത് ഒരു പാർട്ട്ണറെ അല്ല, ഒരു നല്ല സുഹൃത്തിനെയാണ്. അങ്ങനെ ഒരാളെ എവിടെ കിട്ടുമെന്ന് ഒരുപാട് ദിവസം കൊണ്ട് ആലോചിച്ചു. ഉള്ളിൽ ആദ്യം വന്ന മുഖം ഇയാളുടേതാണ്. ഓപ്പൺ ആയിട്ട് പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. അവളത് പറഞ്ഞതും അവൻ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയിരുന്നു. ഞാനോ? അവൻ അതേ ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. നന്ദൻ, എനിക്ക് വർഷങ്ങളായിട്ട് തന്നോട് പ്രണയമാണെന്നൊന്നും ഞാൻ പറയാനില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്കെന്തോ ഒരു താല്പര്യം നന്ദനോടുണ്ട്. ഈ ഓഫീസിലല്ല, എനിക്ക് പരിചയമുള്ള ആളുകളിൽ ആരോടും തോന്നാത്തൊരു പ്രത്യേക താല്പര്യം. അതിന്റെ പേര് പ്രണയമെന്നാണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ യു ആർ വെരി സ്പെഷ്യൽ ഫോർ മീ നന്ദൻ. എന്നെ ഇഷ്ടപ്പെടാൻ പറ്റുമെങ്കിൽ, നന്ദന്റെ കൺസെപ്റ്റിൽ എന്നെ പോലൊരു പെൺകുട്ടിയാണ് ഉള്ളതെങ്കിൽ തനിക്കെന്നെ ഒന്ന് കൺസിഡർ ചെയ്തൂടെ? പെട്ടെന്നൊരു മറുപടി വേണ്ട. വളരെ പതുക്കെ ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതി. ഞാൻ ജസ്റ്റ് എന്റെ മനസ്സ് നന്ദനെ അറിയിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ ചെയ്യണമല്ലോ, അതുകൊണ്ട് മാത്രം. തീരുമാനം തന്റേതാണ്. ഞാൻ ഒരിക്കലും തന്നെ ഫോഴ്സ് ചെയ്ത് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനൊന്നും പറയില്ല. ശരിക്കും ആലോചിച്ച് തന്നെ ഒരു തീരുമാനം എടുത്താൽ മതി. പെട്ടെന്ന് മറുപടി പറയണ്ട. അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവള് പറഞ്ഞപ്പോൾ തന്നെ നന്ദന്റെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വന്നത് മേലിൽ വന്ന ആ പെണ്ണ് പറഞ്ഞ വരികളാണ്. ഇങ്ങനെ ഒരാൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ള ചിന്ത വേണമെന്ന്. പെട്ടെന്ന് അവന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. ആ ചിരിയുടെ അർത്ഥം എന്താണെന്ന് അവന് തന്നെ അറിയില്ലായിരുന്നു. ആർക്കു വേണ്ടിയാണ് താൻ ഇപ്പോൾ ചിരിച്ചത്? എന്ത് കാര്യത്തിനാണ് അവളെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഇപ്പോൾ തനിക്ക് ചിരി വന്നത്? അങ്ങനെ ഒരു നിമിഷം തന്നെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, പേര് പോലും വെളിപ്പെടാത്ത ആ പെൺകുട്ടി തന്റെ ചിന്തകളെ ഇത്രമേൽ കീഴ്പ്പെടുത്തിയത് എങ്ങനെയാണ്? പ്രണയം എന്നാൽ ഇതാണോ? പ്രായത്തിന്റെ അതിർവരമ്പുകളും പദവിയുടെ ഉയരങ്ങൾക്കും അപ്പുറം അപരിചിതമായ ഒരു ആത്മാവ് മറ്റൊരു ആത്മാവിനെ ദൂരത്തിരുന്ന് തൊടുന്നത്. അവളുടെ വാക്കുകൾക്ക് പ്രണയത്തിന്റെ അതിപുരാതനമായ ഏതോ ഒരു ഗന്ധമുണ്ടായിരുന്നു. താൻ തനിച്ചല്ലെന്നും തന്റെ വാക്കുകൾക്കും വാർത്തകൾക്കും അപ്പുറം തന്നെ സ്നേഹിക്കാൻ ഒരു ഹൃദയം എവിടെയോ തുടിക്കുന്നുണ്ടെന്നുമുള്ള തിരിച്ചറിവ് അവനിൽ ഒരു പുതിയ വെളിച്ചം നിറച്ചു. മഴ പെയ്യാൻ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെയോ വസന്തം വരാൻ കൊതിക്കുന്ന പൂമരത്തെ പോലെയോ ഉള്ള ഒരു കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിൽ ഒരു സുഖമുണ്ട്. താൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു തരം ഉടമസ്ഥ അവകാശം നന്ദൻ ഓർത്തു. അവളുടെ കണ്ണുകൾ എങ്ങനെയുള്ളതായിരിക്കും? ആ വരികൾ എഴുതുമ്പോൾ അവളുടെ വിരലുകൾ വിറച്ചിട്ടുണ്ടാവുമോ? തന്റെ ഓരോ വാക്ക് കേൾക്കുമ്പോൾ അവൾ എങ്ങനെയാവും പ്രതികരിക്കുന്നത്? ഈ ലോകത്ത് തനിക്കായി ഒരാൾ നീക്കി വെച്ചിരിക്കുന്നത് വെറുമൊരു മെയിലല്ല, മറിച്ച് അവളിലെ മുഴുവൻ പ്രണയവുമാണെന്ന സത്യം അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. പ്രണയം ചിലപ്പോൾ അങ്ങനെയാണ്. വിചാരിക്കാത്ത നേരത്ത്, വിചാരിക്കാത്ത രൂപത്തിൽ അത് നമ്മുടെ ഉള്ളിലേക്ക് പെയ്തിറങ്ങും. പെട്ടെന്നാണ് അലീന മുൻപിലിരിക്കുന്നുണ്ടെന്നും അവൾ തന്റെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നും അവൻ ഓർമ്മിച്ചത്. എനിക്ക് ആലോചിച്ച് പറയുന്നതിനേക്കാൾ ഇങ്ങനെ പറയുന്നതാണ് ഇഷ്ടം. ഞാൻ ഇപ്പോൾ ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞാൽ താൻ എനിക്ക് വേണ്ടി വീണ്ടും പ്രതീക്ഷകൾ കാണും, സ്വപ്നങ്ങൾ നെയ്യും. അതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഡയറക്റ്റ് പറയാം. ഒന്നാമത്തെ കാര്യം, എന്റെ മനസ്സിൽ ഇപ്പോൾ ഒരു മാരേജ് ഇല്ല. ഉടനെ ഒരു കല്യാണത്തെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. എനിക്ക് കുറച്ചും കൂടി സെറ്റിൽഡ് ആവാനുണ്ട്. പിന്നെ അലീന,
എനിക്കൊരിക്കലും നിന്നെ ഒരു രീതിയിൽ കാണാൻ പറ്റില്ല. എന്റെ ഒരു അടിപൊളി ഫ്രണ്ടാണ് നീ. എന്ത് കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഫ്രണ്ട്. അതിനപ്പുറം മറ്റു രീതിയിൽ ഒന്നും എനിക്ക് നിന്നെ കാണാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഒരു ഭാര്യയുടെ സ്ഥാനത്ത് കാണുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ടാസ്ക് ആയിരിക്കും. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടും ഒക്കെ തന്നെ ഇഷ്ടപ്പെടേണ്ടി വരും. അങ്ങനെ ഒരു ലൈഫ് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ നല്ല കുട്ടിയാണ്. എന്റെ കൺസെപ്റ്റിലുള്ളതിനേക്കാളും ഒരുപാട് നല്ല ക്വാളിറ്റികൾ ഉള്ള കുട്ടി. പക്ഷെ തനിക്ക് എന്നെ പോലെ ഒരാൾ സെറ്റ് ആവില്ല. നീ കുറച്ചും കൂടി നല്ലൊരാളെ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഹലോ സർ, എന്നെ ഒഴിവാക്കാൻ വേണ്ടി വെറുതെ ഇല്ലാത്ത ക്വാളിറ്റീസ് ഒന്നും എനിക്ക് തരണ്ട. ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി മാഷേ. അവൾ ഒരു ചിരിയോടെ ആ സന്ദർഭം ഹാൻഡിൽ ചെയ്തു. സത്യമായിട്ടും അങ്ങനെ വെറുതെ നിന്നെ ഒന്ന് ബൂസ്റ്റ് ആക്കി പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. ശരിക്കും നീ നല്ല കുട്ടിയാ. തനിക്ക് എന്നെക്കാളും നല്ല ഒരാൾ അർഹിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ സാറിന്റെ മനസ്സിലൊടക്കിയത് ആരാണെന്ന് പറഞ്ഞാട്ടെ. മനസ്സൊടക്കിയോ? മനസ്സിലാവാത്ത പോലെ അവളുടെ മുഖത്തേക്ക് അവൻ ഒന്ന് നോക്കി. എന്നോട് കള്ളം പറയാൻ നോക്കണ്ട മോനെ. നിന്റെ മനസ്സിൽ ആരോ കുടുങ്ങിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇത്രയും വലിയ സാഹിത്യമൊന്നും നീ പറയില്ല. പറ, ആരാ കക്ഷി? ഹേ, ഒന്നുമില്ല അലീന. ആര്? എനിക്ക് പ്രേമം എന്ന് പറയുന്ന ഏർപ്പാടിനോടൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണെന്ന് നിനക്കറിയാലോ. അതൊന്നുമല്ല, എനിക്ക് കുറച്ചധികം സ്വപ്നങ്ങൾ ബാക്കിയുണ്ട്. ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ ഒന്നും ആയിട്ടില്ല. എനിക്ക് ലോകം അറിയുന്ന, ഇങ്ങേറ്റം ഇന്ത്യ മുഴുവൻ അറിയുന്ന ഒരു ജേർണലിസ്റ്റ് എങ്കിലും ആവണം. അതിനൊക്കെ ഇപ്പോ വിവാഹം കഴിച്ചാൽ അതൊരു തടസ്സമാകും. എന്റെ കരിയറിൽ ഒരുപാട് എനിക്ക് മുമ്പോട്ട് പോകാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ നീ കരുതുന്നത് പോലെ വേറെ ഒന്നും എന്റെ മനസ്സിലില്ല. അവളുടെ മുഖത്ത് നോക്കാതെയാണ് അവനത് പറഞ്ഞത്. അവളൊരു ചിരിയോടെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. സത്യം പറയണം, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ പെട്ടെന്ന് മനസ്സിൽ വന്നത് സത്യമാണോ? അവൾ അവന്റെ അരികിലേക്ക് കുറച്ചും കൂടി കസേര നീക്കിയിട്ടുകൊണ്ട് ചോദിച്ചു. എത്ര പെമ്പിള്ളേര് നിന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്? നിനക്കറിയാമല്ലോ, ഈ ഓഫീസിൽ തന്നെ എത്രയോ പേർ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിന്നോട് പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ നിന്നോട് പറയുന്നതുകൊണ്ട് എനിക്കെന്താ ബുദ്ധിമുട്ട്? അതൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇതൊക്കെയാണ് ഇഷ്യൂസ്. നന്ദൻ പറഞ്ഞു. ശരി, പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എന്റെ കണ്ണിലേക്ക് നോക്കിയത് പറയാമോ? അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവള് ചോദിച്ചു. അതിനെന്താ ബുദ്ധിമുട്ട്? അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിട്ട് അവൻ പറയാൻ ശ്രമിച്ചു. പക്ഷെ അവൻ എത്ര ശ്രമിച്ചിട്ടും അവളുടെ കണ്ണുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവള് പൊട്ടിച്ചിരിച്ചു. നിനക്ക് കള്ളം പറയാൻ അറിയില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ കള്ളം പിടിക്കപ്പെടും. ഇനി പറ, എന്താ സംഭവം? അവള് കൈകെട്ടി നിന്ന് ചോദിച്ചു. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അത്ര വലിയ സംഭവമൊന്നും അല്ല, വളരെ ചെറിയ സംഭവം. ചിലപ്പോൾ നിനക്ക് കേൾക്കുമ്പോൾ എനിക്ക് വട്ടാണെന്ന് പോലും തോന്നുന്ന അത്രയും ചെറിയ സംഭവം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര ചെറിയ സംഭവമല്ല. എന്തോ ഒരു പ്രത്യേകത ഈ സംഭവത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടായിരിക്കും എന്റെ മനസ്സിനെ ഇങ്ങനെ അലട്ടുന്നത്. പക്ഷെ ടു ബി ഹോണസ്റ്റ്, ഞാൻ തുറന്നു പറയാം, ഈ ഒരു കാര്യം കൊണ്ടല്ല നിന്റെ പ്രപ്പോസൽ ഞാൻ വേണ്ടെന്ന് വെച്ചത്. എനിക്ക് ശരിക്കും നിന്നോട് അങ്ങനെ ഒരു ഫീലിങ്സ് ഇതുവരെ തോന്നാത്തത് കൊണ്ട് തന്നെയാണ്. ചിലപ്പോൾ ഞാൻ ശ്രമിച്ചാൽ എനിക്ക് അങ്ങനെ വരുമായിരിക്കും. പക്ഷെ അങ്ങനെ ബുദ്ധിമുട്ട് നിന്നെ ഇഷ്ടപ്പെടാൻ എനിക്ക് താല്പര്യവും ഇല്ല. അതിൽ നല്ലത് നമ്മൾ നല്ല സുഹൃത്തുക്കളായിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നന്ദൻ, നീ അത് വിട്ടേക്ക്. അതൊരു ഇഷ്യൂ ആയിട്ട് എടുക്കുക പോലും വേണ്ട. ഞാൻ ഇഷ്ടം എന്റെ മനസ്സിൽ തോന്നിയത് നിന്നോട് പറഞ്ഞു. അല്ലാതെ എനിക്ക് തന്നോട് ഒടുക്കത്തെ പ്രേമം മൂത്തിരിക്കൊന്നും ആയിരുന്നില്ല. നമ്മൾ ഒരുമിച്ചുണ്ടെങ്കിൽ അടിപൊളിയാണെന്ന് ജസ്റ്റ് ഒരു തോട്ട് വന്നു. അത് ഇയാളോടൊന്ന് ഷെയർ ചെയ്തു എന്നല്ലാതെ എനിക്ക് വർഷങ്ങളായിട്ട് ഉള്ളിൽ ഒളിപ്പിച്ച പ്രണയമൊന്നും ഇയാളോടില്ല മാഷേ. ഇനി തന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതെന്നോട് പറ. പറയാൻ പറ്റുന്നതാണെങ്കിൽ പറ. രാവിലെ മുതൽ നന്ദൻ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആണെന്ന് എനിക്ക് തോന്നിയിരുന്നു. അവള് പറഞ്ഞു. പറയാതിരിക്കാൻ എന്താ, ഞാൻ എല്ലാ കാര്യങ്ങളും നിന്നോട് പറയാറുള്ളതല്ലേ. പക്ഷെ അത് പറയുമ്പോൾ നിന്റെ ഭാഗത്തു നിന്നും നല്ലൊരു കളിയാക്കൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയാനൊരു മടി. ഞാനല്ലേടാ, നീ പറ. അവള് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി. വളരെ ഇൻട്രസ്റ്റിങ്ങും അതിലധികം കോമഡിയുമായിട്ടുള്ളൊരു മെയിൽ എനിക്ക് ഇന്നലെ വന്നു. ആ മെയിൽ എന്റെ ഉറക്കം കെടുത്തുന്നു എന്ന് മാത്രമല്ല, ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്ന് പറയുന്നതാണ് സത്യം. ആ മെയിൽ ഞാൻ നിനക്ക് കാണിച്ചു തരാം. അത് വായിച്ചതിന് ശേഷം നീ പറ. അവൻ മെയിൽ ഓപ്പൺ ചെയ്ത് അലീനയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. അവൾ ആ മെയിൽ മുഴുവൻ വായിച്ചു. അവൻ നൽകിയ മറുപടിയും അവൾ വായിച്ചു. എല്ലാം വായിച്ചതിന് ശേഷം അവൾ അമ്പരപ്പോടെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. എന്താ നന്ദൻ ഇത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതോ ഒരു കുട്ടി അയച്ചൊരു മെസ്സേജ് കണ്ടിട്ടാണോ നീ ഇപ്പൊ ഇങ്ങനെ സ്വയം മറന്ന് നടക്കുന്നത്? ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ? കളിയാക്കുന്നത് പോലെ അവള് ചോദിച്ചു. ഇതാ ഞാൻ നിന്നോട് പറയാതിരുന്നത്. ആദ്യമൊക്കെ എനിക്കും ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇതിൽ ഇത്രമാത്രം എന്താണുള്ളതെന്ന് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ പറഞ്ഞു. അവൾ അത്ഭുതത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. സത്യം പറഞ്ഞാൽ എനിക്ക് പോലും അറിയില്ല അവൾ ആരാണെന്ന്.
പക്ഷെ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി എന്റെ ലോകം അവളിലേക്ക് ചുരുങ്ങിയതുപോലെ തോന്നുന്നു. ഈ മെയിൽ അയച്ച കുട്ടി, അവളിൽ എന്തോ ഒന്നുണ്ട്. ഒരുപക്ഷെ ഒരു 15-കാരിയുടെ നിഷ്കളങ്കതയാവാം, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഏതോ ഒരു ആത്മബന്ധമാവാം. നന്ദൻ അല്പം മാറി നിന്ന് ജനാലയിലൂടെ പുറത്തെ തിരക്കുകളിലേക്ക് നോക്കി. നമ്മളൊക്കെ സ്നേഹത്തെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാറുണ്ട്. പക്ഷെ ഒരാൾ പോലും കാണാതെ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, വെറും വാക്കുകളിലൂടെ ഇത്രമേൽ ആഴത്തിൽ ഒരാളെ സ്പർശിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എനിക്ക് ചുറ്റുമുള്ള ഈ വലിയ ലോകം പെട്ടെന്ന് ഇല്ലാതാകുന്നത് പോലെ തോന്നി. എന്റെ കരിയർ, എന്റെ പ്രശസ്തി, എന്റെ ഭാവി, ഇതിനൊക്കെ അപ്പുറം നന്ദൻ എന്ന വെറും ഒരു മനുഷ്യനെ അവൾ കാണുന്നുണ്ട്. ആ ചിന്ത നൽകുന്നൊരു സുഖമുണ്ടല്ലോ അലീന, അത് വല്ലാത്ത ഒന്നാണ്. അവനൊരു ചെറുചിരിയോടെ അലീനയ്ക്ക് നേരെ തിരിഞ്ഞു. നീ എന്നോട് പ്രണയമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നാത്തൊരു വിറയൽ ആ മെയിലിലെ ഓരോ വരികൾ വായിക്കുമ്പോഴും എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതൊരു പ്രണയമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ആരോ എന്നെ എവിടെയോ കാത്തിരിക്കുന്നുണ്ടെന്ന തോന്നൽ എന്നെ വല്ലാതെ മാറ്റിമറിക്കുന്നു. എനിക്ക് അവളെ കാണണമെന്നില്ല, സംസാരിക്കണമെന്നുമില്ല. പക്ഷെ അവൾ അവിടെ ഉണ്ടെന്ന ബോധം മതി എനിക്കിനി മുന്നോട്ട് നടക്കാനെന്നൊരു തോന്നൽ. ഒരുപക്ഷെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞതിനേക്കാൾ വലിയൊരു സത്യം ആ വരികളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അവളിലെ വാശിയുണ്ടല്ലോ, എന്നെ തേടി വരുമെന്ന ഉറപ്പ്, അതെന്നെ ഭയപ്പെടുത്തുന്നുണ്ട്, ഒപ്പം വല്ലാതെ മോഹിപ്പിക്കുന്നുമുണ്ട്. നന്ദന്റെ വാക്കുകളിൽ പ്രണയത്തിന്റെ പുതുമഴ പെയ്ത ലഹരി ഉണ്ടായിരുന്നു. തന്റെ സുഹൃത്തിനോട് ഇത് പങ്കുവെക്കുമ്പോൾ അവന്റെ മനസ്സ് ഭാരം കുറഞ്ഞ് ഒഴുകുകയായിരുന്നു. തുടരും. ഇനിയിപ്പോൾ ഒന്നടവിട്ട ദിവസങ്ങളിൽ ഉറപ്പായിട്ടും സ്റ്റോറി പോസ്റ്റ് ചെയ്യാട്ടോ.